ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഒരു പൊങ്കാല ഇടാൻ പോവുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് കാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഒരു ത്രില്ലിലാണ്. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആകെ ഒരു ടെൻഷനുണ്ട്. ഇത് എന്താണ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. അപ്പോൾ അത് എന്തായാലും നമ്മൾ 7:30 വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഒരുവിധം തിരക്കെല്ലാം ആയിട്ടുണ്ടായിരുന്നു. നമ്മളൊന്നും കൊണ്ടുപോകേണ്ട, അമ്പലത്തിൽ നിന്നെല്ലാം തരുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പൈസ എല്ലാം അടച്ച് സാധനങ്ങളെല്ലാം വാങ്ങി എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കലമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു. ആ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ എത്തിയപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി വന്നിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ പൊങ്കാല ടി വിയിൽ കണ്ടിട്ടുണ്ട് എന്നുള്ള അതുവരെ ഇങ്ങനെയൊന്നും കാണുകയും ചെയ്തിട്ടില്ല, ഇതുവരെയായിട്ടും ചെയ്തിട്ടുമില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് അവിടെ അടുപ്പ് കത്തിക്കാൻ വേണ്ടി അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാകെ നമ്മൾ കലമൊക്കെ വെച്ച് തീ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കുറച്ച് വിറക് കണ്ടപ്പോൾ ഇതുകൊണ്ടൊക്കെ പായസം ആവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കറക്റ്റായിരുന്നു വിറകെല്ലാം. അപ്പോൾ അത് ഉണ്ണിയേട്ടനുമെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കത്തിക്കാനായിട്ട്. ഭയങ്കര പുകയായിരുന്നു. വയസ്സായവരും കുട്ടികളടക്കം ഒരുപാട് പേര് എത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും വളരെയധികം സന്തോഷം തോന്നി. 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ അമ്പലത്തിൽ നടക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷമായി. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചപ്പോൾ അരിയിട്ടു. അപ്പോഴത്തെ ടെൻഷൻ്റെ ഇടയിൽ കുട്ടികളെ കൊണ്ടൊക്കെ ഒന്ന് അരി വാരി ഇടിപ്പിക്കാനായി ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് തിളച്ച് പൊന്തി പുറത്ത് പോകണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാതൃസമിതിയിലെ അംഗങ്ങൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം ഒന്ന് തിളച്ച് കിട്ടി. ഒന്ന് വരുവാൻ വേണ്ടി കുറച്ച് താമസം ഉണ്ടായിരുന്നു, ഇവരൊക്കെ കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും എല്ലാം ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അമ്മേ നാരായണ ദേവി നാരായണ ജപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാണ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോറ് വെന്ത് വന്നപ്പോഴേക്കും ശർക്കര എല്ലാം ഇട്ടു. പിന്നെ അത് അടി പിടിക്കുമോ എന്നുള്ളൊരു ഭയത്തിലായിരുന്നു. പിന്നെ അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പുതിയ കലമല്ല, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാം ഭംഗിയായി. പിന്നെ ഇതെല്ലാം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്പൂതിരിയെല്ലാം വന്ന് പുണ്യാഹം തളിച്ച് അവിടുന്ന് കുറച്ച് പായസമെല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇന്ന് മോൻ്റെ പിറന്നാളും കൂടെയായിരുന്നു, അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ.